നടാൻ ഉപയോഗിക്കുന്ന വിത്തെന്ന് പറയുമ്പോൾ ഏകദേശം സാറിന് ഇങ്ങനെ ഒരു ചെറിയ പീസല്ല നമ്മൾ വെക്കേണ്ടത്. ഇങ്ങനെ ഒരു ചെറിയ പീസല്ല വെക്കേണ്ടുന്നത്. ഇതുപോലത്തെ ഒരു പീസ് കൊണ്ടുവന്നിട്ട് 1-2 വെച്ചാലും കുഴപ്പമില്ല. 1-2 കഷ്ണം ഇതുപോലെ അടുക്ക കുത്തി വെച്ചിട്ട് മണ്ണ് മൂടി, ചൂട് സമയത്ത് നടുന്നതാണെങ്കിൽ നമ്മളതിന് മണ്ണ് മൂടിയതിന് ശേഷം പൊതയിടുക എന്നുള്ളത്. പൊതയിടുന്ന ഓലയാണ് ഏറ്റവും നല്ലത്. പണിയുടെ പുറത്ത് ഓല വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചൂടടിക്കത്തില്ല. പിന്നെ കിളിർത്ത് വരുമ്പോൾ ഈ കിളിപ്പ് നേരെ മേപ്പോട്ട് കയറി വരുന്നതിനും ഓല ആയിരിക്കും നല്ലത്. കള കയറാതിരിക്കാനും നല്ലതാണ്. അപ്പം ഓലയാകുമ്പോൾ നമ്മൾ മഞ്ഞൾ കിളിച്ച് മേപ്പോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് സംഭവം ഓലയ്ക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആയിട്ട് അതിൻ്റെ ബാക്കിയുള്ള മുളകളെല്ലാം കൃത്യമായിട്ട് വരും. അതാണ് മഞ്ഞൾ നടുന്ന ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ടെന്ന് പറയുമ്പോൾ അടുത്ത വളങ്ങളാണ് ചെയ്യുന്നത്. വളങ്ങളെന്ന് പറയുമ്പം ഇപ്പോൾ ഒരുവിധപ്പെട്ട കർഷകർ ചെയ്യുകയെന്ന് പറയുമ്പം മഞ്ഞൾ കൊണ്ടുവന്ന് നട്ടു അവർ പിന്നെ കിളയ്ക്കാനേ ചെല്ലുന്നത്. അത് കിളയ്ക്കാനാണെങ്കിൽ തന്നെയും പോകുന്ന അപൂർവം. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞായിരിക്കും അവർ കിളയ്ക്കാൻ ചെല്ലുമ്പോൾ അതിനകത്ത് വല്ലതും കാണത്തില്ല. അതിനകത്ത് വെറും ഉണങ്ങിയ കുറേ കഷ്ണങ്ങൾ മാത്രമേ അത് കിട്ടൂ. കൃത്യമായിട്ട് കൃഷി ചെയ്യുക, കൃത്യമായിട്ട് വിളവെടുക്കുക ആണ്. പിന്നെ കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യം. എല്ലാവരും വിചാരിക്കും കൃഷി ചെയ്യുക നമ്മൾ മണ്ണകത്തുകൊണ്ടൊന്ന് കുഴിച്ച് വെച്ചാൽ മതി, പിന്നെ നമ്മൾ ആദായം എടുക്കാൻ ചെന്നാൽ അങ്ങനെ അല്ല ഇതിൻ്റെ കാര്യങ്ങൾ. കൃത്യമായിട്ട് നമ്മൾ അവരെ പരിചരിക്കുക. ഏത് കൃഷിയായാലും അവർ പരിചരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കും നമുക്കതിൻ്റെ റിട്ടേൺസ്. ഇതിപ്പോൾ ഞാൻ ഈ എടുത്തിട്ടേക്കുന്ന മഞ്ഞളെന്ന് പറയുന്നത് 7 സെൻറ്റ് സ്ഥലം, 7 സെൻറ്റ് സ്ഥലത്താണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 700 കിലോ 800 കിലോ മഞ്ഞളോളം വരും. ഇപ്പം സൈറ്റിൽ പോയി കണ്ടായിരുന്നല്ലോ. ഏറെക്കുറെ നമ്മളില്ലാത്ത കാര്യം പറയുന്നതല്ല, അനുഭവത്തിൽ നമ്മൾ ഒരു മൂട് തന്നെ എടുത്ത് നമ്മൾ കിളച്ച് ഒരു മൂട് എടുത്തിട്ട് അതിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടുണ്ട് ചെറുത് നോക്കി എടുത്തോണ്ട് വന്നേക്കുന്നത്. അപ്പം അത്രയാണ് മഞ്ഞൾ നടുന്ന രീതിയെക്കുറിച്ച്. പിന്നെ കലയിൽ ഒരു കുഞ്ഞി പെങ്ങളാണ് കലയിൽ ഞാൻ ആവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ സഹകരിക്കുക. അതിലുപരി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള നല്ലവരായിട്ടുള്ള കർഷകർക്ക് എന്നാലറിയാവുന്ന ഉപദേശങ്ങൾ കൊടുക്കുക. അതിന് ഞാനും കലയും കൂടെ കൈകോർത്ത് പിടിക്കാൻ തയ്യാറാണ്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഈ മഞ്ഞൾ നട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അതിന് പിന്നെ എന്താണ് വളം കൊടുക്കേണ്ടത്? മഞ്ഞൾ നട്ട് കിളിച്ച് പിന്നെ കിളിർത്തതിന് ശേഷമാണ് നമ്മൾ വളം കൊടുക്കുക എന്ന് പറയുന്നത്. പിന്നെ കൊടുക്കുക എന്ന് പറയുന്നത് ജൈവവളം പറഞ്ഞാൽ ഞാൻ ജൈവവളത്തിൻ്റെ കാര്യമല്ല, ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കോഴിവളം. ഞങ്ങൾ ഈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ കോഴിവളം കൊടുക്കും. അത് കിളിർത്തതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ഒരു ടൈമിൽ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത്. കോഴിവളം കൊടുത്തിട്ട് അതിന് മേളിൽ മണ്ണ് ചേർത്ത് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും മഞ്ഞളിന് ഈ കോഴിവളം തന്നെ കൊടുക്കും. കോഴിവളം കൊടുത്തെങ്കിലേ നമുക്ക് ഇതുപോലെ പുഷ്ടിയായിട്ട് മഞ്ഞൾ വരുത്തും. ഓരോ ട്രിപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴും അമിതമാകരുത്. അമിതമായി കഴിഞ്ഞാൽ കോഴിവളത്തിന് അറിയാമല്ലോ ചൂട് കൂടുതലാണ്, അല്ലാതെ ഈ കൃമികളുടെ ശല്യം കൂടും. അതിൽ നിന്നുള്ള കൃമികൾ നമ്മുടെ മഞ്ഞളിനകത്ത് കയറും, അതിൻ്റെ തടയ്ക്കകത്ത് കയറി തുറന്നിട്ട് നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നതനുസരിച്ച് പുഴു കയറുന്നതനുസരിച്ച് നമ്മൾ നട്ട ശേഷം എത്ര തവണയാണ്